നമസ്കാരം. ഇന്ന് നമ്മൾ പശ്ചിമ ബംഗാളിലെ സുന്ദർബാനിലേക്കുള്ള, അതായത് കണ്ടൽക്കാട് കാണാനുള്ള യാത്രയാണ്. നമ്മൾ അതിരാവിലെ തന്നെ 5:30 മണിക്ക് കൊൽക്കത്തയിൽ നിന്ന് പുറപ്പെട്ടതാണ്. അപ്പോൾ കൊൽക്കത്തയുടെ പ്രത്യേകത നമുക്കറിയാം. രാവിലെ നേരം വെളുക്കും. ഏകദേശം 4 മണിക്ക് തന്നെ വെളിച്ചം വരും. നമ്മളിപ്പോൾ ഇങ്ങനെ ടൗണുകൾ പിന്നിട്ട് കാനിങ് എന്ന് പറയുന്ന പട്ടണത്തിലാണ്. ഒരു ചരിത്ര നഗരമാണ് ഇത്. ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയുമായിരുന്ന ലോർഡ് കാനിങ്ങിൻ്റെ പേരിലാണ് ഈ നഗരം അറിയപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഇവിടെ 1850കളിൽ ഇവിടെ ഒരു തുറമുഖം, കൽക്കത്തക്ക് കൂടെ മറ്റൊരു തുറമുഖം മറ്റില നദിയുടെ അഴിമുഖ ഭാഗത്ത് നിർമ്മിക്കാൻ ശ്രമിച്ച് പിന്നീട് അത് പരാജയപ്പെട്ടു. 1870 ആ പദ്ധതി പിൻവലിച്ചു. കാരണം ഇവിടെയുള്ള ഡെൽറ്റ നശീകരണം, അതേപോലെ തന്നെ മറ്റില നദിയുടെ അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കവും, അതേപോലെ തന്നെ ഈ ചുഴലിക്കാറ്റുകൾ, ഇതൊക്കെ കാരണം അത് പദ്ധതി നിർത്തിവെക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ടൗണ് കാനിങ് എന്നറിയപ്പെടുന്നത്. നമ്മൾ യാത്ര രാവിലെ എല്ലാ സ്ഥലത്തും കടകളൊക്കെ തുറക്കുന്നേ ഉള്ളൂ. 5:30 മണിക്ക് കൊൽക്കത്തയിൽ നിന്ന് കാറ് പുറപ്പെട്ടതാണ്. ഇതൊരു പാക്കേജ് ആയിട്ടാണ്. ഒരു ദിവസം ഒരാൾക്ക് രാവിലെ തൊട്ട് ഭക്ഷണം, യാത്ര, ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് 2800 രൂപയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഏതായാലും കുറച്ച് ഇളവ് 2500 രൂപക്ക് കൊണ്ടുപോകാമെന്നുള്ള കരാറിലാണ് പുറപ്പെടുന്നത് ഒരാൾക്ക്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. കൊണ്ടുപോയിട്ട് 85 കിലോമീറ്ററോളം യാത്രയുണ്ട്. ഇവിടെ എത്തിയാൽ ഇതൊക്കെ വിജനാണ്, ആളുകൾ എത്തുന്നേ ഉള്ളൂ. ഇവിടെ വരെ മാത്രമാണ് കരമാർഗം നമ്മുടെ കാറ് വരുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങി ഇനി നമുക്കതാ പയ്യൻ വന്നിരിക്കുന്നത്. ഈ പയ്യനാണ് ബോട്ടിൻ്റെ ഏജൻറ്റാണ്. അമീൻ എന്നാണ് പേര്. ഇവനാണ് ഏജൻറ്റ്. ഈ ബോട്ട്, ഇവൻ്റെ കയ്യിലുള്ള ബോട്ടിൽ വേണം ഈ മറ്റില നദി ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് സുന്ദർബാനിലേക്കുള്ള അടുത്ത വാഹനത്തിൽ കയറാൻ. അപ്പോൾ ഇവിടെ പാലം ഇല്ലാത്തൊരു പ്രദേശമാണ്. ഇവിടെ ഇതോടുകൂടി റോഡ് അവസാനിച്ചു. ഇവൻ പറയുന്നത് 8 മണിക്കൂർ ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അത് രാവിലെ തന്നെ തുടങ്ങും. അപ്പോൾ വൈകുന്നേരം വരെ അതുകൊണ്ട് അപ്പോൾ നമ്മളങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നോക്കുക, ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്കുള്ള യാത്രയാണ്. പക്ഷേ അതിൻ്റെ ബോർഡ് പോലും മര്യാദയ്ക്ക് വായിക്കാൻ കിട്ടില്ല. തന്നെയല്ല, വിദേശ സഞ്ചാരികളൊക്കെ ആയിരക്കണക്കിന് വരുന്ന സ്ഥലത്ത് ഈ ബോട്ടിലേക്ക് പോകാനുള്ള വഴി നോക്കുക, ഒരു വൃത്തിയുമില്ല. വൃത്തിഹീനം. ബംഗാളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം വൃത്തിഹീനമാണ്. എല്ലാ പ്രധാനപ്പെട്ട യുനെസ്കോ സൈറ്റായാലും മറ്റ് ചരിത്ര സ്മാരകങ്ങളിലൊക്കെ തന്നെ വൃത്തികേടുകൾ തുപ്പി വെച്ച് നിറയ്ക്കുകയാണ് ആളുകൾ. ഇപ്പോഴത്തെ ഒരു വേലിയിറക്കത്തിൻ്റെ സമയമാണ്. വെള്ളം ഇങ്ങനെ വലിഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇവിടെ ചളിയൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ ഈ ബോട്ടുകൾ ശ്രദ്ധിക്കുക. ഈ ബോട്ടിൽ വേണം ഈ വലിയ നദി ക്രോസ് ചെയ്യാൻ. ഒരു സുരക്ഷാ ക്രമീകരണവും ഇല്ലാത്ത തോണികളും ബോട്ടുകളുമാണ്. ലൈഫ് ജാക്കറ്റോ മറ്റ് സംവിധാനങ്ങളൊന്നും തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. ആളുകളങ്ങ് കൊണ്ടുപോകുന്നു. ദൈവ ഭാഗ്യത്തിന് ഒന്നും സംഭവിക്കാതെ. അവിടെ ഒരു ബെയിലിപ്പാലുണ്ട്, അതിൽ 2-3 ജെട്ടികളുണ്ട്. ഇതിലൊക്കെ തന്നെ ബോട്ടുകളുണ്ട്, തോണികളുണ്ട്. നമ്മുടെ ബോട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട്, അതിൽ കയറണം. ആളുകളിങ്ങനെ ഓരോന്നായിട്ട് നോക്കി നിൽക്കുകയാണ്. ബോട്ടുകൾ ഇവിടെ നിരന്തരമായി നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് നോക്കിയാൽ കാണാം ആളുകൾ തോണിയിൽ 10-50 ആളുകൾ ഒന്നിച്ച് 30, 40, 50, 100 വരെ ആളുകളെ കൊണ്ടുപോകുന്നുണ്ട് പലപ്പോഴും. അപ്പോൾ തോണിയിൽ നാട്ടുകാർ ഈ തോണിയിലാണ് ക്രോസ് ചെയ്യുന്നത്. അവിടെ ഒരു സുരക്ഷാ ക്രമീകരണവും ഇല്ല കേട്ടോ. ആളുടെ തോണി കയറുന്നു, വലിയ നദി ക്രോസ് ചെയ്യുകയാണ്. ഇതാണ് നമുക്ക് കയറാനുള്ള ബോട്ട്. ആളുകളൊക്കെ കുറച്ചാൾ കയറിയിരിക്കുന്നു. അപ്പോൾ അപ്പർ ഡെക്കിലും അതുപോലെ ലോവറും ഉണ്ട്, ചെറിയൊരു ബോട്ട്. അപ്പോൾ നമ്മുടെ ബോട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ ഞാനും ഇതിൽ കയറുകയാണ്. ബോട്ട് ഏകദേശം ഇതാ ക്രോസ് ചെയ്ത് നമ്മളിതാ കര അടുക്കുകയാണ്. അവിടെയും ജെട്ടികളുണ്ട്, ധാരാളം ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ബോട്ട് ബോട്ടിലല്ല, നമ്മുടെ ഇവിടെ കരക്ക് കയറുകയാണ്. അപ്പോൾ അവിടെ ജെട്ടി അടുപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ നോക്കുമ്പോൾ ഒരു തരത്തിലുള്ള ലൈഫ് ജാക്കറ്റോ സുരക്ഷാ ക്രമീകരണമോ ഒന്നും ഇതിനകത്തുമില്ല. കടിയിൽ പെട്ടിയിലുണ്ടെന്ന് അവരൊക്കെ പറയുന്നത്. പക്ഷെ നമുക്ക് ഉപയോഗത്തിന് ഇതൊന്നും ലഭിക്കുന്നില്ല. കയറൊക്കെ കെട്ടി ആളുകൾ ഇറങ്ങി പതുക്കെ വന്ന് ഈ ബെയിലി പാലത്തിലൂടെ കടന്നു വേണം. ഒരു നല്ല മനോഹരമായൊരു പാലമാണ്. അപ്പോൾ ഇതിലൂടെ കരയിലേക്ക് ആളുകൾ നടന്നു പോകുന്നത്. കരക്ക് നമ്മുടെ വണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ഈ വണ്ടി കയറിയിട്ട് വേണം അടുത്തൊരു 10 കിലോമീറ്ററോളം ഈ കരയിലൂടെ സഞ്ചരിക്കാൻ. എന്നിട്ട് വേണം നമുക്ക് സുന്ദർബാനിലേക്കുള്ള ബോട്ട് പിടിക്കാൻ. അതിനാണ്. അപ്പോൾ ഇവിടെ നല്ല പച്ചപ്പ് പിടിച്ച നല്ല നെൽകൃഷിയൊക്കെ നന്നായിട്ട് എല്ലാ സ്ഥലത്തും മത്സ്യ കൃഷി വ്യാപകമാണ്. കാരണം നല്ല വെള്ളം. പക്ഷേ ഇവരെയൊക്കെ ഒരു പ്രധാന പ്രശ്നം
കുടിവെള്ളമാണ്. ഈ മേഖലയിലൊന്നും ശുദ്ധമായ കുടിവെള്ളമല്ല, ഉപ്പുവെള്ളമാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള പ്രധാന പ്രശ്നം കുടിവെള്ളം തന്നെയാണ്. കണ്ടോ, ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് വെള്ളത്തിന്. അപ്പോൾ പൈപ്പിൽ വെള്ളം വരുന്ന സമയത്ത് അത് ഉപയോഗിക്കണം. പിന്നെ എല്ലാവരുടെയും വാഹനം എന്ന് പറഞ്ഞാൽ സൈക്കിളും, പരമാവധി പ്രകൃതി മലിനീകരണം ഇല്ലാത്ത വാഹനങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത്. സൈക്കിൾ റിക്ഷകളും സൈക്കിള്. നമ്മുടെ ഒരു കുട്ടനാടിനൊക്കെ സമാനമായ പ്രകൃതി ആയതുകൊണ്ട് നന്നായിട്ട് നെൽകൃഷിയുണ്ട്. നമ്മുടെ വാഹനം ഈ എല്ലാ പ്രകൃതിയും ആസ്വദിച്ചുകൊണ്ടാണ് നമ്മുടെ യാത്ര. ഈ കരയിൽ ആളുകളൊക്കെ തന്നെ ഇങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുന്നു. അവിടെ ദൂരെ ഒരു സൈക്കിൾ റിക്ഷ, ആളുകളൊക്കെ തന്നെ അതിൽ നന്നായിട്ട് സഞ്ചരിക്കുന്ന ഒരാളത് ചവിട്ടിപ്പോയി. ചെറിയ മോട്ടോർ ഇപ്പോൾ പിടിപ്പിക്കുന്നുണ്ട്. മുമ്പുള്ളതുപോലെയല്ല, സൈക്കിൾ റിക്ഷയിൽ ചെറിയ മോട്ടോർ പിടിപ്പിച്ചിട്ടാണ് ഇവ ഓടുന്നത്. വലിയ കയറ്റമൊക്കെ ഉണ്ട്, അതും കൂടെ ഇവരെ സഹായിക്കുന്നുണ്ട്. നമ്മൾ പതുക്കെ ജെട്ടിയിലേക്ക് അടുക്കുകയാണ്. അവിടെ എത്തി, ഇതാ നമ്മുടെ ജെട്ടിയിലെത്തി. ആളുകളൊക്കെ തന്നെ നല്ല തിരക്കായി. ഇവിടെ നിന്നാണ് നമുക്ക് സുന്ദർബാനിലേക്കുള്ള ബോട്ടിൽ കയറേണ്ടത്. അപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. മറ്റ് ഒരു വീഡിയോയുമായി, സുന്ദർബാൻ്റെ യഥാർത്ഥ കാഴ്ചകളുമായി, സുന്ദർബാനിലുള്ള ബോട്ടിങ് മറ്റ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.